സിനിമാ പ്രേക്ഷകരുടെ ഈ ചോദ്യത്തിന് വ്യക്തമായ ന്യായമുണ്ട്. ഉണ്ണിമുകുന്ദൻ അനീഫ് അദാനി ടീമിന്റെ മാർക്കോ എന്ന സിനിമ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇത്രയധികം മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെച്ചിട്ടും ഇത്രയധികം ഹൗസ്ഫുൾ ഷോകൾ കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ടാണ് 100 കോടി ക്ലബിലേക്ക് ഈ ഒരു വയലൻസ് ചിത്രം എത്താത്തതെന്ന് പല സിനിമാ പ്രേമികളെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. കേരളത്തിൽ മാത്രം തരംഗമാകുകയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് അധികം ശോഭിക്കാതെ പോയ ചിത്രങ്ങൾ പോലും കേരള ബോക്സ് ഓഫീസിൽ പല പ്രമുഖ താരങ്ങളുടെ ചിത്രവും 100 കോടി ക്ലബിൽ വളരെ എളുപ്പത്തിൽ കയറിയിട്ടുണ്ട്. സത്യത്തിൽ അതൊക്കെ തള്ളാണ്. മാർക്കോയുടെ 15ാം ദിവസമായ ഇന്ന് മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം 2500 ഷോകളിൽ മുകളിലാണ് ചിത്രം ഇന്ന് കളിക്കുന്നത്. അത്രയും അധികം ഷോകൾ ചിത്രം ഇവിടെ കളിക്കണമെങ്കിൽ അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. എന്നിട്ടും 100 കോടി എന്ന ചോദ്യം വീണ്ടും വീണ്ടും പ്രേക്ഷകർ ഉന്നയിക്കുകയാണ്. 14 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഏകദേശം 20 ലക്ഷത്തിന് മുകളിലുള്ള കാഴ്ചക്കാരാണ് ഇതിനോടകം തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ളത്. കേരളത്തിൽ മാത്രം 13,317 ഷോകൾ ചിത്രം ഇതുവരെ കളിച്ചിട്ടുണ്ട്. ഇത് ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം മാത്രമാണ്. ചിലപ്പോൾ ഇതിന് മുകളിലേക്ക് അത് പോയേക്കാം. 14 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 10,317 ഷോകൾ ചിത്രം കളിക്കുമ്പോൾ ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 55%. കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട് 1,110 ഷോകൾ ഹൗസ്ഫുൾ ഷോകളായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ തന്നെ 75,000-ൽ പരം ആൾക്കാരാണ് ഇതിനോടകം തന്നെ ചിത്രത്തിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു വയലൻസ് ചിത്രത്തിന് 8.7 10 ബുക്ക് മൈ ഷോയിൽ റേറ്റിംഗ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് ചിത്രം ഇറങ്ങിയ 13ാം ദിവസം ഇറങ്ങിയ 3 ഭാഷകളിലും ഒരേ ദിവസം 1 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിരുന്നു. ആദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രം ആ നേട്ടത്തിലേക്ക് എത്തുന്നത്. ഇന്ന് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് കൂടി റിലീസ് ആകുന്നുണ്ട്. ഏകദേശം 140 സ്ക്രീനിൽ 220 ഷോയാണ് ചിത്രം ഇന്ന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം തമിഴ് പതിപ്പ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ എന്താണ് മാർക്കോ സിനിമ 100 കോടി ക്ലബിൽ ഇടം നേടാൻ വേണ്ടി ഇത്രയും വൈകുന്നത്? മലയാള സിനിമയിൽ ഇതിനു മുമ്പ് വന്ന 100 കോടി ചിത്രങ്ങളൊക്കെ തള്ളായിരുന്നു. പ്രേക്ഷക അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 40,000 സബ്സ്ക്രൈബേഴ്സിൽ എന്ന നേട്ടത്തിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.